അടിക്കണം, അടിച്ച് തകർക്കണം, മിഡിൽ ഈസ്റ്റ് പപ്പടപ്പടവടമാക്കണം, എന്നിട്ട് ട്രംപിൻ്റെ പൂജ, പിന്നെ അതുപോലെ തന്നെ നെതന്യാഹുവിൻ്റെ പൂജ ഒക്കെ നടത്തുന്ന അതിതീവ്ര ദുരന്ത സംഖികളെ എല്ലാവരെയും കൂടെ വിളിക്കണം. വിളിച്ചിട്ട് വേറൊന്നും ചെയ്യണ്ട, ഒരു ഗ്യാസ് ട്യൂബ് സംഘടിപ്പിക്കണം. എന്നിട്ടോ അത് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ടോ ആ ഗ്യാസ് മുഴുവൻ ഏതെങ്കിലും നല്ലൊരു കുറ്റിയിലേക്ക് നിറയ്ക്കണം. നിറച്ചിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയി കത്തിച്ച് ജീവിക്കാൻ പറയണം. ഈ ലോകം എന്ന് പറയുന്നത് ഓരോ ഘടകങ്ങളും പാർട്ട് ആൻഡ് പാഴ്സലാണ്. എല്ലാ സമൂഹങ്ങളും പാർട്ട് ആൻഡ് പാഴ്സലാണ്. അങ്ങനെ ഒരു സംഗതി മാത്രം ഇല്ലാതാക്കി വൈരാഗ്യവും വിദ്വേഷവും തീർക്കാൻ ശ്രമിച്ചാൽ ബാക്കി എല്ലാ ഭാഗവും ബാധിക്കും എന്നുള്ളത് ഈ ശരീരഘടന സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം ആ ഘടനയിലൂടെ തന്നെ മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നില്ലാതാകുമ്പോഴും ഒന്ന് പോകുമ്പോഴുമാണ് അതിൻ്റെ വില അറിയുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്തെ ചില അതിതീവ്ര വിദ്വേഷ സംഖ്യകൾ, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ആ സംഖ്യകളിൽ ഒരുപാട് പേർക്ക് വലിയ സന്തോഷമായിരുന്നു മിഡിൽ ഈസ്റ്റിൽ അടിച്ചപ്പോൾ, അങ്ങ് ഇറാനിൽ അടിച്ചപ്പോൾ. ഇവിടെ ആഹ്ലാദവും ആവേശവും കൂടാതെ അത്തരം കമൻറ്റുകളിട്ട് കുരു പൊട്ടിച്ചവർക്കൊന്നും ഇപ്പം ഗ്യാസില്ല. ഗ്യാസ് പോയി. പലയിടത്തും നീണ്ട ക്യൂ ആണ്. ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ പ്രവർത്തിക്കുന്നില്ലെങ്കിലും അത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ ചിലർക്കൊരു മടിയുണ്ട്. ഇതൊന്ന് കേട്ടെ. ഗ്യാസിന്റെ പ്രതിസന്ധി അത്രയ്ക്ക് വലിയ ഭീഷണിയൊന്നുമല്ല. വിഭവങ്ങളൊക്കെ അവിടെ സാധാ പോലെ ഉണ്ട്. സാധാ പോലെ വിഭവങ്ങളൊക്കെ ഉണ്ട്. ചോറ് ഒന്നും ഇല്ലാന്നാ പറഞ്ഞത്. ചോറ് ഉണ്ടാവാൻ ചാൻസ് കാരണം ഗ്യാസിന്റെ അത്ര ആദ്യത്തെ സുലഭമായിട്ട് ഗ്യാസ് ഇല്ലല്ലോ. അവിടെ യുദ്ധം നടക്കല്ലേ പശ്ചിമേഷ്യ. ടെൻഷൻ ഉണ്ടോ ആർക്ക്? ഒരു ടെൻഷൻ ഒന്നുമില്ല. ഇവിടെ വേണ്ട ഗ്യാസും സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കൊണ്ടിരിക്കും സർക്കാർ. ഇവിടെ വെറുതെ പ്രതിപക്ഷ പാർട്ടികൾ വെറുതെ ഇവിടെ കേരളത്തിലുള്ള കുറച്ച് പാർട്ടികൾ വെറുതെ ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കിയിട്ട് നടക്കുക. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ പ്രായത്തിൻ്റെ അത്രയും പ്രായമില്ലാത്തൊരു അപ്പൂപ്പൻ ഗ്യാസിന് ക്യൂ നിന്ന് പഞ്ചാബിൽ മരിച്ചു. 28 കപ്പലോ മറ്റോ ഹോർമിസ് കടലിൻ്റെ അപ്പുറത്തുണ്ട്. ഒരെണ്ണം കൊണ്ടുവരാൻ, ഹോർമിസ് കടലിടുക്കിലൂടെ കൊണ്ടുവരാൻ ഏതായാലും ഇറാൻ സമ്മതിച്ചു. അത് കടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അതുകൊണ്ട് ഇത്തിരി ഗ്യാസെങ്കിലും കിട്ടും. പിന്നെ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നമ്മുടെ ഹർദീപ് പുരി എന്ന് പറയുന്ന എപ്സ്റ്റീൻ ഗ്യാസിൻ്റെ മുതലാളി ഉണ്ടല്ലോ, ആ മുതലാളിയെ രാഹുൽ ഗാന്ധി ഒന്ന് പൊരിച്ചായിരുന്നു. ആ മുതലാളിയും പറഞ്ഞത് ഗ്യാസിന് വലിയ പ്രശ്നമൊന്നുമില്ല, ഗ്യാസൊക്കെ ഉണ്ട്, പിന്നെ വലിയ തിരക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി കർമ്മീകരിക്കുക എന്ന് പറഞ്ഞു. തീർന്നില്ല. ഇൻഡിഗോ ഫ്ലൈറ്റ് സർചാർജ് ഏർപ്പെടുത്തി തുടങ്ങി. ഒരു ഫ്ലൈറ്റേ ഉള്ളത്, ഇനി ഒരുപാട് ഫ്ലൈറ്റുകൾ ഇങ്ങനെ സർചാർജ് ഏർപ്പെടുത്തും. എന്നുവെച്ചാൽ ഈ ലോകം അങ്ങനെയാണ്. എല്ലായിടത്തും ഹാപ്പി ആണെങ്കിൽ എല്ലാം ഹാപ്പി ആയിരിക്കും. അല്ലാതെ ഈ അതിതീവ്ര വിദ്വേഷ സംഖ്യകൾ പ്രചരിപ്പിക്കുന്നത് പോലെ അവിടെ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നെങ്കിൽ നമ്മുടെയൊന്നും വീടിൻ്റെ മുറ്റത്ത് മിസൈൽ വീഴണമെന്നില്ല നമ്മൾ അനുഭവിക്കാൻ. എവിടെ മിസൈൽ വീണാലും അനുഭവിക്കുന്നത് മൊത്തം നമ്മളാകുന്ന ഓരോ മനുഷ്യരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ആസനത്തിലൂടെ ഗ്യാസ് പോകുന്ന സമയത്തും ഇതിൽ പിടിച്ചുകൊണ്ട് പറയുന്നതിന് പകരം എവിടെങ്കിലുമൊക്കെ പോയി പ്രാർത്ഥിക്ക്. ഇത് എളുപ്പം തീർന്നിട്ട് ഈ ഗ്യാസും ഒക്കെ നാട്ടി വന്ന് വല്ലതും ഭുജിച്ച് ഭക്ഷിച്ച് ജീവിക്കാൻ. ഇല്ലെങ്കിൽ വേറൊരു നിർവാഹവും ഇല്ല. ഈ സ്വന്തം ആസനത്തിൽ പൈപ്പ് ഘടിപ്പിച്ച് ഗോബർ ഗ്യാസ് വെച്ച് കത്തിക്കാനേ നിർവാഹമുള്ളൂ. അതാണ് അവസ്ഥ.